ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാന വിജ്ഞാന ജ്ഞാന കർമ്മ വിജ്ഞാന യോഗം. ഹരി ഓം. രാധ 16-ാമത്തെ ശ്ലോകം. ഓം ഗം ഗണപതേ നമ. കരിവരമുഖദേവാ നിൻ പദം കുമ്പിടുന്നേൻ, ഒരു വരമരുളിടാൻ നീ ഒഴിഞ്ഞാരുമില്ലേ. ഗുരുവര പൂജായതേ ശ്രീ ഗണേശ, വരമൊരു തെളിവെന്നിൽ തോന്നണം ശ്രീ മുരാരേ. ഓം സംസരസ്വത്യേ നമ. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം, വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം. അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്തധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഹരി ഓം. ധ്യാനിക്കുന്നു ഞാനമ്മേ ഭഗവദ്ഗീതേ, 18 അധ്യായങ്ങളിൽ വിലസുന്ന ദേവി. ഭഗവാൻ നാരായണൻ സ്വയം അർജുനനായി ഉപദേശിച്ചതാം അമൃതമൊഴിയേ ഭവനാശിനി. അദ്വൈതാമൃതം പൊഴിച്ചു വിരാജിക്കും ഭഗവതി. വേദവ്യാസമുനി മഹാഭാരതമധ്യേ വിരചിച്ചു വിജയിച്ചതാമക്ഷരദേവതേ ബോധപ്രകാശിനി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം, യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈഃ, വേദൈः സാംഗപദക്രമോപനിഷദൈः ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ, യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. യാതൊരു ദേവന്റെ കൃപയാൽ മൂകൻ വാഗ്മിയാകുന്നുവോ, മുടന്തനും വന്മല കയറാൻ പ്രാപ്തനാകുന്നുവോ. പരമാനന്ദത്തിനുറവയാകുമാ മാധവനെ വന്ദിക്കുന്നു ഞാൻ. ബ്രഹ്മാവും വരുണനും ഇന്ദ്രരുദ്രമരുത്തുക്കളും ദിവ്യസ്തോത്രങ്ങളാൽ ആരെ സ്തുതിക്കുന്നുവോ. വേദാംഗങ്ങൾ പദക്രമങ്ങൾ ഉപനിഷത്തുകൾ എല്ലാം സമ്യക്കായി ചേർത്ത് വേദമന്ത്രങ്ങളാൽ സാമഗായക വൃന്ദമാരെ പ്രകീർത്തിക്കുന്നുവോ. യോഗനിഷ്ഠർ ധ്യാനദൃഷ്ടിയുറപ്പിച്ചാരെ കാണുന്നുവോ. ദേവാസുരഗണങ്ങൾ ആരുടെ മഹിമയറിയുന്നില്ലയോ. ആ ദേവദേവനായിതാ നമസ്കാരം എൻ വന്ദനം. ദേവദേവനായിതാ നമസ്കാരം എൻ വന്ദനം. ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം 16-ാം ശ്ലോകം. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ, തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. തത്വദർശികൾക്കു പോലും എളുതല്ല കർമാകർമ്മങ്ങൾ നിർണയിക്കുവാൻ. കരചരണകൃതങ്ങൾ മാത്രം കർമ്മമാവില്ല, അവയ്ക്കു പിന്നിലെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ചേർന്നുരുവാകും കർമ്മം. മോഹിപ്പിക്കുന്നു കവികളെ പോലുമെങ്കിലും ഞാൻ, അശുഭത്തിൽ നിന്നു മോക്ഷമേകും കർമ്മമെന്തെന്നു നിനക്കായി പറഞ്ഞിടാം. തത്വദർശികൾക്കു പോലും എളുതല്ല കർമാകർമ്മങ്ങൾ നിർണയിക്കുവാൻ. കരചരണകൃതങ്ങൾ മാത്രം കർമ്മമാവില്ല,
അവയ്ക്കു പിന്നിലെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ചേർന്നുരുവാകും കർമ്മം മോഹിപ്പിക്കുന്നു കവികളെപ്പോലുമെങ്കിലും ഞാൻ അശുഭത്തിൽ നിന്നു മോക്ഷമേകും കർമ്മമെന്തെന്നു നിനക്കായി പറഞ്ഞിടാം. കർമ്മണോ ഹ്യപി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹനാ കർമ്മണോ ഗതി. അറിയണം നാം ശരിയായി സത്കർമ്മത്തിൻ സ്വരൂപത്തിനെ, അതുപോലറിയണം നിഷിദ്ധങ്ങളാം കർമ്മങ്ങളെയും. കർമ്മത്തിൻ ഗതി എന്തെന്നറിയാനേറെ ദുഷ്കരമതിനാൽ കർമ്മരാഹിത്യമെന്തെന്നും നന്നായറിഞ്ഞിരിക്കണം നമ്മൾ. കർമ്മത്തിലധിഷ്ഠിതം ജീവിതം അകർമ്മമതിനാൽ വർജ്യം, നിത്യം നൈമിത്തികം കാമ്യം ഏവമുള്ളതാം കർത്തവ്യകർമ്മങ്ങൾ ഉദ്ദേശശുദ്ധിയാൽ നമ്മെ നയിക്കുന്നു മുന്നോട്ടു നന്നായെന്നാൽ. ശാസ്ത്രവിരുദ്ധമാം നിഷിദ്ധകർമ്മങ്ങൾ ഇകഴ്ത്തുന്നു വാഴ്വിനെ. അറിയണം നാം ശരിയായി സത്കർമ്മത്തിൻ സ്വരൂപത്തിനെ, അതുപോലറിയണം നിഷിദ്ധങ്ങളാം കർമ്മങ്ങളെയും. കർമ്മത്തിൻ ഗതി എന്തെന്നറിയാനേറെ ദുഷ്കരമതിനാൽ കർമ്മരാഹിത്യമെന്തെന്നും നന്നായറിഞ്ഞിരിക്കണം നമ്മൾ. കർമ്മത്തിൽ അധിഷ്ഠിതം ജീവിതം അകർമ്മമതിനാൽ വർജ്യം, നിത്യം നൈമിത്തികം കാമ്യം ഏവമുള്ളതാം കർത്തവ്യകർമ്മങ്ങൾ ഉദ്ദേശശുദ്ധിയാൽ നമ്മെ നയിക്കുന്നു മുന്നോട്ടു നന്നായെന്നാൽ. ശാസ്ത്രവിരുദ്ധമാം നിഷിദ്ധകർമ്മങ്ങൾ ഇകഴ്ത്തുന്നു വാഴ്വിനെ. കർമ്മണ്യകർമ്മയ പശ്യേദകർമ്മണി ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണകർമ്മകൃത്. ആരൊരാൾ കർമ്മത്തിൽ അകർമ്മത്തെ കാണുന്നുവോ, അകർമ്മത്തിലും കർമ്മത്തെ കാണുന്നുവോ, അയാൾ മനുഷ്യരിൽ ഏറെ ബുദ്ധിമാനാകുന്നു കർമ്മയോഗിയും. അവൻ ചെയ്യുന്നു കർമ്മങ്ങൾ ഉചിതമായി ഭാവനയോടെയും. മനോബുദ്ധികൾ ചടുലമെന്നാൽ കർമ്മനിബദ്ധമാവില്ല ദേഹം. ഒരുവൻ കർമ്മം ചെയ്യുന്നതില്ല സദാ കർമ്മനിരതമെങ്കിലും, സാക്ഷീഭാവത്തിലാണതെങ്കിൽ അത് അകർമ്മം തന്നെയാം. ബുദ്ധിമാൻ കാണുന്നു സാക്ഷീഭാവേന എല്ലാ കർമ്മത്തെയും. ആരൊരാൾ കർമ്മത്തിൽ അകർമ്മത്തെ കാണുന്നുവോ, അകർമ്മത്തിലും കർമ്മത്തെ കാണുന്നുവോ, അയാൾ മനുഷ്യരിലേറെ ബുദ്ധിമാനാകുന്നു കർമ്മയോഗിയും. അവൻ ചെയ്യുന്നു കർമ്മങ്ങൾ ഉചിതമായി ഭാവനയോടെയും. മനോബുദ്ധികൾ ചടുലമെന്നാൽ കർമ്മനിബദ്ധമാവില്ല ദേഹം. ഒരുവൻ കർമ്മം ചെയ്യുന്നതില്ല സദാ കർമ്മനിരതമെങ്കിലും, സാക്ഷീഭാവത്തിലാണതെങ്കിൽ അത് അകർമ്മം തന്നെയാം. ബുദ്ധിമാൻ കാണുന്നു സാക്ഷീഭാവേന എല്ലാ കർമ്മത്തെയും. യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നി ദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഃ. ആരുടെ കർമ്മങ്ങളെല്ലാമേ ആസക്തിയും സങ്കൽപ്പങ്ങളും കൂടാതെ കർമ്മങ്ങളെ ജ്ഞാനമാകും അഗ്നിയിൽ ദഹിപ്പിച്ചു നടക്കുന്നുവോ, അയാളെ ജ്ഞാനികൾ ആത്മജ്ഞാനിയാം പണ്ഡിതനെന്നു പറയുന്നു. കർമ്മത്തിൽ വേണം ലക്ഷ്യമുചിതമായി ആസൂത്രണം കുശലതയെല്ലാം. എന്നാൽ ഭാവിയിൽ ഉണ്ടായേക്കും ഫലത്തിനാശങ്കകൾ കർമ്മത്തിൻ കാര്യശേഷി ഇകഴ്ത്താനിടയാക്കാത്തവൻ തന്നെ യോഗി പണ്ഡിതനും. ആരുടെ കർമ്മങ്ങളെല്ലാമേ ആസക്തിയും സങ്കൽപ്പങ്ങളും കൂടാതെ കർമ്മങ്ങളെ ജ്ഞാനമാകും അഗ്നിയിൽ ദഹിപ്പിച്ചു നടത്തുന്നുവോ, അയാളെ ജ്ഞാനികൾ
ആത്മജ്ഞാനിയാം പണ്ഡിതനെന്നു പറയുന്നു. കർമ്മത്തിൽ വേണം ലക്ഷ്യമുചിതമായി ആസൂത്രണം കുശലതയെല്ലാം. എന്നാൽ ഭാവിയിലുണ്ടായേക്കും ഫലത്തിനാശങ്കകൾ. കർമ്മത്തിൻ കാര്യശേഷി ഇകഴ്ത്താനിടയാക്കാത്തവൻ തന്നെ യോഗി പണ്ഡിതനും. त्यक्त्वा कर्मफलासङ्गं नित्यतृप्तो निराश्रयः कर्मण्यभिप्रवर्तोऽपि नैव किञ्चित् करोति सः. കർമ്മഫലത്തിനായുള്ളതാം ആസക്തികളെല്ലാം ഉപേക്ഷിച്ച് സദാ സംതൃപ്തനായി മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ജീവിച്ച് കർമ്മത്തിലാമഗ്നനായാലും ഒരുവനൊന്നുമേ ചെയ്യുന്നതില്ല. നിത്യതൃപ്തനായവനില്ല ഫലാസക്തി, അയാളിലില്ല അപൂർണത. ആത്മപ്രചോദനം മതി അയാൾക്കു കർമ്മങ്ങൾ ചെയ്യുവാൻ. മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല അയാൾ, കർമ്മം ബാധിക്കുന്നുമില്ല. ഉള്ളതാം ആസക്തികളെല്ലാം ഉപേക്ഷിച്ച് സദാ സംതൃപ്തനായി മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ജീവിച്ച് കർമ്മത്തിൽ ആമഗ്നനായാലും ഒരുവനൊന്നുമേ ചെയ്യുന്നതില്ല. നിത്യതൃപ്തനായവനില്ല ഫലാസക്തി, അയാളിലില്ല അപൂർണത. ആത്മപ്രചോദനം മതി അയാൾക്കു കർമ്മങ്ങൾ ചെയ്യുവാൻ. മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല അയാൾ, കർമ്മം ബാധിക്കുന്നുമില്ല. निराशीर्यदचित्तात्मा त्यक्तसर्वपरिग्रहः शारीरं केवलं कर्म कुर्वन्नाप्नोति किल्बिषम्. ഫലത്തിലാശയില്ലാതെ മനസ്സും ഇന്ദ്രിയങ്ങളും നിയന്ത്രിച്ച് ഒന്നും തൻ്റേതെന്നുള്ളിൽ തോന്നാതെ ദേഹത്തെ കർമ്മത്തിൽ ആമഗ്നമാക്കുന്നവനിൽ വാസനാമാലിന്യമേൽക്കില്ല തെല്ലും. ശരീരബോധമില്ലാതെ ചെയ്യും കർമ്മങ്ങൾക്കില്ലൊരു കുറ്റവും. അഹന്ത നശിച്ചെന്നാൽ മനോബുദ്ധികളിലില്ല മാലിന്യലേശം. ആത്മജ്ഞാനിക്കില്ല കർമാഭിമാനമതിനാൽ കർമ്മബന്ധവും. ഫലത്തിൽ ആശയില്ലാതെ മനസ്സും ഇന്ദ്രിയങ്ങളും നിയന്ത്രിച്ച് ഒന്നും തൻ്റേതെന്നുള്ളിൽ തോന്നാതെ ദേഹത്തെ കർമ്മത്തിലാമഗ്നമാക്കുന്നവനിൽ വാസനാമാലിന്യമേൽക്കില്ല തെല്ലും. ശരീരബോധമില്ലാതെ ചെയ്യും കർമ്മങ്ങൾക്കില്ലൊരു കുറ്റവും. അഹന്ത നശിച്ചെന്നാൽ മനോബുദ്ധികളിലില്ല മാലിന്യലേശം. ആത്മജ്ഞാനിക്കില്ല കർമാഭിമാനമതിനാൽ കർമ്മബന്ധവും. यदृच्छालाभसन्तुष्टो द्वन्द्वातीतो विमत्सरः समसिद्धावसिद्धौ च कृत्वापि न निबध्यते. കിട്ടുന്നതെന്തിലും സദാ സംതൃപ്തനായി സുഖദുഃഖങ്ങളിൽ ജയപരാജയങ്ങളിൽ നേട്ടകോട്ടങ്ങളിൽ ഭേദഭാവമില്ലാതെ സദാ കർമ്മത്തിലാമഗ്നനായി കഴിഞ്ഞുവെന്നാലും സമചിത്തതയിൽ കഴിയുന്നവനില്ല കർമ്മബന്ധനം. നിശ്ചല മനസ്സിലുണ്ടാവില്ല മുൻവിധികൾ പക്ഷപാതവും. ജയത്തിൽ അമിതാഹ്ലാദവും തോൽവിയിൽ വലിയ ദുഃഖവും. കിട്ടുന്നതെന്തിലും സദാ സംതൃപ്തനായി സുഖദുഃഖങ്ങളിൽ ജയപരാജയങ്ങളിൽ നേട്ടകോട്ടങ്ങളിൽ ഭേദഭാവമില്ലാതെ സദാ കർമ്മത്തിലാമഗ്നനായി കഴിഞ്ഞുവെന്നാലും സമചിത്തതയിൽ കഴിയുന്നവനില്ല കർമ്മബന്ധനം. നിശ്ചല മനസ്സിലുണ്ടാവില്ല മുൻവിധികൾ പക്ഷപാതവും. ജയത്തിൽ അമിതാഹ്ലാദവും തോൽവിയിൽ വലിയ ദുഃഖവും. गतसङ्गस्य मुक्तस्य ज्ञानावस्थितचेतसः यज्ञायाचरतः कर्म समग्रं प्रविलीयते. യാതൊന്നിലും സംഘം കൂടാതെ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നു മുക്തനായി ആത്മവിചാരത്തിൽ സുദൃഢമാം മനസ്സോടെ
യജ്ഞഭാവത്തിൽ കർമ്മയോഗമായി ചെയ്യുന്നതെല്ലാം വാസനാബന്ധങ്ങളുണ്ടാക്കാതെ സ്വയം വിലയിക്കുന്നു. വിഷയസംഘത്തിൽ നിന്നു മുക്തനായവൻ ജ്ഞാനി ബാഹ്യവിഷയങ്ങളിൽ, വികാരങ്ങളിൽ, ആശയങ്ങളിൽ, ആദർശങ്ങളിൽ നിന്നുപോലും സർവസ്വതന്ത്രനായി കർമ്മങ്ങൾ എന്തു ചെയ്കിലും വാസനയായി തീരില്ലവ. യാതൊന്നിലും സംഘം കൂടാതെ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നു മുക്തനായി ആത്മവിചാരത്തിൽ സുദൃഢമാം മനസ്സോടെ യജ്ഞഭാവത്തിൽ കർമ്മയോഗമായി ചെയ്യുന്നതെല്ലാം വാസനാബന്ധങ്ങൾ ഉണ്ടാക്കാതെ സ്വയം വിലയിക്കുന്നു. വിഷയസംഘത്തിൽ നിന്നു മുക്തനായവൻ ജ്ഞാനി ബാഹ്യവിഷയങ്ങളിൽ, വികാരങ്ങളിൽ, ആശയങ്ങളിൽ, ആദർശങ്ങളിൽ നിന്നു പോലും സർവസ്വതന്ത്രനായി കർമ്മങ്ങൾ എന്തു ചെയ്യിലും വാസനയായി തീരില്ലവ. ഹരിയും ഹരിയും. ചേച്ചി, സാറ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സാറ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക്. ഫ്രാൻസിസ് സാറ് ഉണ്ടെങ്കിൽ ഈ ഭാഗത്തെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. നമസ്തേ. ഇതില് ഇനിയിപ്പോ പറയാനൊന്നുമില്ല. അങ്ങയുടെ ആ വിശദീകരണം വളരെ വിശദമായിട്ടുള്ള ഒരു ഭാഷാന്തരണം അല്ല, ഇത് സ്വതന്ത്ര വിവർത്തനം എന്ന് പറയാം. അപ്പൊ ഇത് വളരെ സ്പഷ്ടമാണ്. അതില് ഞാൻ കുറെ നേരമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഏതാണ്ട് തുടങ്ങിയപ്പോ തന്നെ ഞാനിത് കേൾക്കുന്നുണ്ട്. അത് വളരെ വിശദമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിലപ്പുറം ഒന്നും പറയാനില്ല. ശരിക്ക് കർമ്മയോഗത്തെ പറ്റിയിട്ട് ഗീതയിൽ പറഞ്ഞതും അതിന് സാധാരണ നമുക്ക് കൊടുക്കാവുന്നതും ആയിട്ടുള്ള എല്ലാ വിവരണങ്ങളും അതിൽ ഉണ്ട്. അപ്പൊ എങ്ങനെ കർമ്മയോഗി ആകണം. അപ്പൊ കർമ്മം പരിത്യാഗമല്ല, സർവകർമ്മ പരിത്യാഗമല്ല. വാസ്തവത്തിന് ഓരോരുത്തരും അവരുടെ ധർമ്മം അനുഷ്ഠിക്കണം, കർമ്മം അനുഷ്ഠിക്കണം. എന്നാലേ ലോകയാത്ര നടക്കണമല്ലോ. ലോകം അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം. സംസാരം, ജഗത്ത് ഗമനശീലം ഉള്ളതാണ്, ഗമനത്തോട് കൂടിയതാണ്. അപ്പൊ ആ ഗമനം നടക്കണമെങ്കിൽ എന്ത് വേണം? കർമ്മങ്ങൾ ഉണ്ടാവണം. അല്ലാതെ എല്ലാം നിശ്ചലമായി നിൽക്കല്ലേ ഉള്ളൂ. അപ്പൊ ഗമനം ഉണ്ടാകണം. എന്നാൽ ഗമനം ഉണ്ടാകുന്നത് എന്താകാൻ പാടില്ല? അത് ബന്ധനത്തിന് കാരണമാകാനും പാടില്ല. അപ്പോൾ ആഗ്രഹമില്ല. നമ്മളൊക്കെ വെറും ഉപകരണങ്ങളായിട്ട് മാറുകയാണ്. സർവശക്തന്റെ കയ്യിൽ നമ്മൾ ഉപകരണങ്ങളായിട്ട് മാറുകയാണ്. അവിടെ എന്ത് നമ്മൾ ചെയ്യണോ അതാണ്. നമ്മളൊരു തൂമ്പ കൊണ്ട് ജോലി ചെയ്യുമ്പോൾ തൂമ്പയ്ക്ക് ഒരിക്കലും ഞാനാണ് ഇത് മുഴുവൻ കിളച്ചു മറിച്ചത് എന്നുള്ള തോന്നല് ഉണ്ടാകുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മളുള്ളൂ. നമ്മളിലൂടെ ഇതെല്ലാം നടന്നു എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുക്ത സംഘന്മാരാണ്. കാമത്തിൽ അഭിനിവേശം ഇല്ലാത്തവരാണ്. അഭിനിവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലേക്ക് അങ്ങ് പ്രവേശിക്കാൻ തന്നെയാണല്ലോ അർത്ഥം. നിവേശിക്കുക, അഭിമുഖമായിട്ട് നിവേശിക്കുക. അങ്ങനെയില്ല, നമ്മൾ അതിലേക്ക് നിവേശിക്കുന്നില്ല. നിവേശിച്ചാലേ എന്താകുന്നുള്ളൂ? നമ്മളിലെ അതിൻ്റെ ഫലം ഉണ്ടാവുന്നുള്ളൂ, അതിൻ്റെ സംസ്കാരം നമ്മളിൽ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് കർമ്മം ചെയ്യൂ, അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. അത് തന്നെയാണ്. അത് വളരെ സ്പഷ്ടമാണ്. അതിലെ അങ്ങയുടെ ഭാഷാന്തരീകരണം എന്ന് പോലും അത് പറയാൻ പറ്റില്ല. അതിൻ്റെ വിവൃതമായിട്ടുള്ള മലയാള വിവർത്തനം എന്ന് പറയാൻ പറ്റും. വളരെ നന്നായിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു. അഭിനന്ദനമുണ്ട്. ശരിക്കും അഭിനന്ദനപൂർവമാണ് ഞാനിത് കേൾക്കുന്നതും ഈ ഭാഷാന്തരീകരണം കേൾക്കുന്നതും. അതുപോലെ രാഘോപ്പളുടെ ചൊല്ലലും അതും വളരെ കൃത്യമായിട്ട് അർത്ഥം അറിഞ്ഞുകൊണ്ടുള്ള ചൊല്ലലാണ്. രണ്ടും ഞാൻ വളരെ ശ്രദ്ധിച്ചിരിക്കുന്നു. നമസ്തേ. അത് സാർ, ആ അകർമ്മത്തിൽ കർമ്മത്തെ കാണുന്നു, കർമ്മത്തിൽ അകർമ്മത്തെ കാണുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ഒന്നുകൂടെ ഒന്ന് പറയാൻ പറ്റിയാൽ നന്നായിരുന്നു. അത് സാറ് കർമ്മത്തിലെ അകർമ്മം, കർമ്മം ചെയ്യുമ്പോഴും ചെയ്യുന്നില്ല, നമ്മൾ ചെയ്യുന്നതായി ഭാവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ എല്ലായിടത്തും. അതല്ലേ അഹംത എന്ന് പറയുന്നത്. അഹംത, ഞാനെന്ന ഭാവത്തെയാണ് അഹംത എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് അസ്മിത എന്നും പറയുന്നത്. അസ്മി, അവിടെ അസ്മി എന്നുള്ളത് ക്രിയാപദമല്ല. സാധാരണ നമ്മൾ അസ്മി എന്ന് പറയുമ്പോൾ അസ്തി സ്തഹ സന്ധി, അതിന്റെ ഉത്തമ പുരുഷൻ അസ്മി സ്വഹ സ്മഹ. ആ അസ്മിയാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. ആ അസ്മി അല്ല അവിടെ ഒരു അവ്യയമായിട്ടാണ്, അഹം എന്ന അർത്ഥത്തിലാണ് അസ്മി എന്നുള്ളത് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എന്നുള്ളതായ ഭാവം,
ഞാൻ എന്നത് അവിടെ ഇല്ല. ചെയ്യുമ്പോഴും ചെയ്യുന്നില്ല. ചലിക്കുന്നതിനെ ചലിക്കാത്തതായിട്ട് കാണുന്നത് പോലെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് കൊടുത്തിട്ടുള്ള വിശദീകരണം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ ചലിക്കാതെയും നമുക്ക് എന്ത് തോന്നും, ചലിക്കുന്നുണ്ട് എന്ന് തോന്നും. അപ്പൊ ചിലപ്പോ നമ്മൾ ട്രെയിനിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് പലപ്പോഴും അത് കാണാൻ പറ്റും. ട്രെയിനിലാകുമ്പോൾ ആ വശത്തെ ട്രെയിൻ, ഈ വശത്തെ ട്രെയിൻ, നമ്മൾ മധ്യത്തിലിരിക്കുകയാണെങ്കിൽ എന്താണ്, അപ്പുറത്തെ ട്രെയിൻ നീങ്ങുമ്പോഴും നമുക്ക് നമ്മുടെ ട്രെയിൻ ഓടാൻ തുടങ്ങിയില്ല, അത് അവിടെ തന്നെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോ എന്താണ്, ചലിക്കുന്നില്ല, ചലിക്കുന്നു, ഈ ഭാവങ്ങളൊക്കെ ചലിക്കുന്നതായിട്ട് തോന്നും. യാത്ര ചെയ്യുമ്പോൾ അപ്പുറത്തുള്ളത് നീങ്ങുന്നു തോന്നും, അല്ലെങ്കിൽ അപ്പുറത്തുള്ളത് നീങ്ങുമ്പോൾ നമ്മൾ നീങ്ങുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഈ ഭാവം. ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്യുന്നില്ല, നമ്മളല്ല, ഇത് നടക്കുന്നുണ്ട്, അത് നമ്മളിലൂടെയാണെങ്കിലും അതിന്റെ അഭിമാനം ഇല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ ഭാവങ്ങളൊക്കെ നമുക്കുണ്ടാകും. നമുക്ക് ഈ ഭ്രമാത്മകമാണ് എല്ലാം, ചലനാത്മകമായിട്ട് നമുക്ക് തോന്നുന്നു. നമ്മൾ ചലിക്കുന്നു, മറ്റുള്ളവർ ചലിക്കുന്നു. വാസ്തവത്തിൽ ഇത് രണ്ടും അല്ലാത്ത ഒന്നാണ് അവിടെ നടക്കുന്നത്. അപ്പൊ നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമല്ല, നമ്മുടെ പ്രവൃത്തികൾ പോലും അതിന് വിധേയം അല്ല എന്നുള്ള. എന്നാലും നമുക്കൊരു ഭാവം തന്നിട്ടുണ്ട്, നമുക്ക് ഒരു വിമർശന ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. വിമർശിക്കാൻ നമുക്ക്, ഇത് ഇങ്ങനെയാണോ, ഞാനത് ചെയ്യേണ്ടവനാണോ അല്ലയോ നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. അല്ലേ അല്ലേ കിമ്മേ സ്യാദ് ഇതം കുർവതഃ കിമ്മേ സ്യാദ് അകുർവതഃ. ചെയ്യാതിരുന്ന എന്താണ്, ചെയ്താൽ എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കവിടെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ടാണ് ഏറ്റവും അവസാനം പറയുന്നത്, യഥ ഇച്ഛസി തഥാ കുരു. നീ വിചാരിക്കുന്നത് പോലെ ചെയ്തോളൂ. അതാ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. നീ ഇത് ചെയ്യണമെന്നല്ല, ഇതൊക്കെ പറഞ്ഞു ചെയ്യേണ്ടതാണ്. പറഞ്ഞ ഏറ്റവും അവസാനം പറയാണ്, യഥ ഇച്ഛസി തഥാ കുരു. നീ ചരിക്കുന്ന പോലെ ചെയ്തോളൂ. അപ്പൊ എല്ലാ സ്വാതന്ത്ര്യവും തന്നുകൊണ്ട് പിന്നെ എന്താണ്, ധർമ്മം ഉണ്ടാകണം. ധർമ്മക്ഷേത്രത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അവിടെ എന്ത് വേണം, ധർമ്മത്തെ മുറുകെ പിടിക്കണം. അത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വേണം വെച്ചാൽ മതി, അല്ലെങ്കിൽ നീ പിടിച്ചില്ലെങ്കിൽ തന്നെ ഇന്ന് ചെയ്യുന്ന ഒന്നും പറയും. ശരി. ചേട്ടാ, ഞാനിത് ഇതൊന്ന് റെക്കോർഡിങ്, ചേട്ടൻ പറയുന്നു എന്തെങ്കിലും? ഒരു കാര്യം, ഈ അകർമ്മത്തിൽ കർമ്മത്തെ കാണുക എന്ന് പറയുന്നത് അതിന് എങ്ങനെയാണ് സാർ നമ്മൾ മനസ്സിലാക്കേണ്ടത്? 22ാമത്തെ ശ്ലോകമാണ് ഞാനിത് പർട്ടിക്കുലർലി ഉദ്ദേശിക്കുന്നത്. അത് എതിർച്ചാ ലാഭ സന്തുഷ്ടോ അല്ലേ? 22 മറ്റേ അകർമ്മത്തിൽ അത് 18 18 കർമ്മണ്യ അകർമ്മണ്യ പശ്യേത് അകർമ്മണി ച കർമ്മണ്യ. അത് 18 ചേട്ടാ. 18. അത് പറയുന്ന കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്ന ആള് മനുഷ്യരിൽ ഏറ്റവും ബുദ്ധിമാനാവുന്നു, അയാൾ കർമ്മയോഗിയുമാണ് എന്ന് പറയുന്നുണ്ട്. അതെ, ഈ അകർമ്മത്തിൽ കർമ്മം കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കലല്ല അകർമ്മം. ചെയ്യുന്ന ആ കർമ്മം നമ്മൾ വെറും സാക്ഷി മാത്രമായിട്ട് നിന്ന് ചെയ്യുന്ന കർമ്മങ്ങളാണ് അകർമ്മങ്ങൾ. അതല്ലേ? അതാണോ സർ അതിന്റെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചെയ്യുന്നു എന്നുള്ള ആ തോന്നൽ, സാറ് പറഞ്ഞ പോലെ ആ അഹംഭാവം, ഞാൻ ചെയ്യുന്നു എന്നുള്ള ആ തോന്നൽ വിട്ടിട്ട് ഇത് എനിക്ക് ചെയ്യേണ്ടതാണ്, ജീവിതത്തിൽ ഇത് അനുഷ്ഠിക്കേണ്ടതാണ് എന്നുള്ള ആ ഭാവത്തോടുകൂടി ചെയ്യുന്നത് ഒരുപക്ഷെ അകർമ്മം എന്ന ആ നമ്മൾ ചെയ്യാതിരിക്കലല്ല അകർമ്മം, ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കലാണ്. അതെ അതെ, അങ്ങനെ തന്നെയാണ്. അതാണ് അത് നമ്മുടെ ഈ ഉപകരണത്തിന്റെ ഉപമ പറഞ്ഞത് അതുകൊണ്ടാണ്. ഉപമ ആ ഉപകരണമല്ല ചെയ്യണത്, തൂമ്പയല്ല ഇതൊന്നും ചെയ്യണത്, പക്ഷെ എന്നാൽ അതിലൂടെയാണ് നടക്കുന്നത്. അപ്പോ ഒരു വലിയ പ്രപഞ്ചത്തിന്റെ സംവിധാന കൗശലം തന്നെയാണ് അതിലുള്ളത്. ഇന്ന ആളിലൂടെ ഇതെല്ലാം നടക്കണം. തൂമ്പയുടെ പ്രവൃത്തി തൂമ്പയിലൂടെ നടക്കണം, പിന്നെ കത്തിയുടെ പ്രവൃത്തി അതിലൂടെ നടക്കണം. ഇതെല്ലാം നടന്നാലേ പറ്റുള്ളൂ. ഒരെണ്ണം മറ്റൊന്നിന്റെ പ്രവൃത്തി ചെയ്യാൻ പാടില്ല. അവിടെയാണ് കത്തി കൊണ്ട് ചെയ്യേണ്ട കാര്യം തൂമ്പ കൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാണ് എല്ലാം വേറെ വേറെയായി സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെ? എല്ലാ കർമ്മവും വേറെ വേറെ ആയിട്ടാണ് സൃഷ്ടിച്ചത്. ഓരോന്നിനും പറ്റിയ ഉപകരണം സൃഷ്ടിച്ചതുപോലെ തന്നെയാണ്. നമ്മൾ അങ്ങനെ ഉണ്ടാക്കുമല്ലോ, ഓരോന്നിനും വേറെ വേറെ ഉപകരണങ്ങൾ ഉണ്ടാക്കി എടുക്കും.
അതുപോലെ തന്നെയാണ് ഇതല്ല, അതുപോലെ ശീലങ്ങളും അല്ലെ, അതുപോലെ ശീലങ്ങളും നമ്മളെല്ലാവരും ശ്വസിക്കുന്നു അല്ലെ. സ്ഥാപനങ്ങളും ജംഗമങ്ങളും എല്ലാം വൃക്ഷങ്ങളും പക്ഷിമൃഗാദികളും എല്ലാം ശ്വസിക്കുന്നുണ്ട്. എല്ലാം ശ്വസിക്കാൻ എടുക്കുന്നത് പ്രാണവായുവാണ്. പക്ഷെ അങ്ങനെ മാത്രം ഇരുന്നാൽ എന്താണ്, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് നിറയും. അപ്പൊ അതുകൊണ്ട് അതിനെ ഉപയോഗിക്കാനായിട്ട് എന്താണ്, വൃക്ഷലതാദികളെ മുഴുവൻ നിയോഗിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ്, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എന്ത് വേണം, അവിടെ നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് എല്ലാവർക്കും വേണ്ടിയുള്ള ഓക്സിജൻ ഇവിടെ പ്രദാനം ചെയ്യണം. എന്തൊരു വലിയ സംവിധാനമാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ സ്ഥിതി എന്താണ്? അതാണ് അകർമ്മത്തിലെ കർമ്മം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് വരുന്നത്. കർമ്മത്തിൽ അകർമ്മം കാണാൻ ഈസിയാണ് നമുക്ക്, പക്ഷെ അകർമ്മത്തിൽ കർമ്മം കാണലാണ് ബുദ്ധിമുട്ട്. അതെ 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 അതെ. അപ്പൊ നമ്മള് ഇത് ചെയ്യുമ്പോ എന്താണ്, വലിയൊരു സേവനമാണ് പിന്നെ അവിടെ ചെയ്യുന്നത്. ഒരു കോമ്പൻസേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവ ലക്ഷോപലക്ഷമാണ്. 100 മനുഷ്യർ താമസിക്കുന്നിടത്ത് 100 ലക്ഷം ചെടികളുണ്ട് കേട്ടോ. അതിന്റെ ഒരു സംവിധാനം കണ്ടോ. എന്നാൽ മാത്രമേ, കാരണം അവർക്ക് ശ്വസിക്കണം, നമുക്ക് ശ്വസിക്കണം. പക്ഷെ അത് തീർന്നു പോകാനും പാടില്ല. ഊർജം പുതുതായിട്ട് ഉണ്ടാകുകയല്ലോ. ഊർജത്തിന് എന്താണ്, ഭാവഭേദങ്ങള് വന്നുകൊണ്ടിരിക്കുകയാണ്, പല പല രൂപങ്ങളിലേക്ക് പരിവർത്തിതമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ ഒരു സൂചനയുണ്ട്. ഏകസംബന്ധി ജ്ഞാനം അപരസംബന്ധി ജ്ഞാപകം എന്ന് പറഞ്ഞ പോലെ, നീ ഇവിടെ ജീവിക്കണമെങ്കിൽ നിന്നോടൊപ്പം എന്ത് വേണം, നിന്നോടൊപ്പം 10 ചെടികളും ജീവിക്കണം, അല്ലെങ്കിൽ വൃക്ഷങ്ങളും ജീവിക്കണം. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. പക്ഷെ അത് മാത്രം പോരാ, അതോടൊപ്പം തന്നെ എന്ത് വേണം, ഏകസംബന്ധി ജ്ഞാനം അപരസംബന്ധി ജ്ഞാപകം. ഒന്നിനെ കുറിച്ചുള്ള അറിവ് മറ്റൊന്നിനെ കുറിച്ചുള്ള അറിയിപ്പാണ്. അപ്പോ നിന്നോടൊപ്പം ഇവിടെ സസ്യങ്ങൾ ജീവിക്കണമെങ്കിൽ അതുപോലെ എന്ത് വേണം, മറ്റ് ജീവികളും വേണം. ഇവിടെ മണ്ണിരയും ചീവീടും എല്ലാം തന്നെ അതിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഋഗ്വേദം തന്നെ പറയുന്നത്, ഒരു ജീവി ഇണയെ കാണാതെ കരയുമ്പോൾ, രൂക്ഷമായി കരയുമ്പോൾ അതിൻ്റെ ശബ്ദം എന്താണ്, കാണ്ഡവീണയിൽ സപ്തസ്വരങ്ങൾ ആലപിക്കുന്ന ഗായകനെ പോലെ അതിൻ്റെ ശബ്ദം മധുരമായി അനുകരിച്ചുകൊണ്ട് മറ്റൊരു ജീവി അതിൻ്റെ അടുത്തെത്തുമ്പോഴാണ് വനദേവത സംപ്രീതയാകുന്നത്. അതിനു വേണ്ടിയാണ് ഒരു ദേവത കാട്ടിൽ തന്നെ വസിക്കുക. എന്തിനാണ്, ഒരു ജീവിയും ഇണയില്ലാതെ ദുഃഖിക്കാൻ പാടില്ല, വിഷമിക്കാൻ പാടില്ല. അതാണ് വൃഷാരവായ വദതേ യദുപാവതി ചിച്ചിക്കഹ അഘാടിഭിരിവ ധാവയൻ അരണ്യാനിർ മഹീയതേ ഋഗ്വേദം. എന്താണ് നമ്മുടെ സാഹിത്യം! അയ്യോ, ഒരു ജീവി കരയുമ്പോ അത് കരയരുത്, ഇണയെ കാണാതെ കരയുമ്പോ അതിന്റെ ശബ്ദം കേൾക്കുന്ന ജീവി തന്റെ ഇണ കൂടി ഉണ്ട് എന്ന തിരിച്ചറിവിൽ മധുരമായി അതിന്റെ ശബ്ദം ആലപിച്ചുകൊണ്ട് അടുത്തെത്തുമ്പോ വനദേവത സംപ്രീതയാകുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള കാട്ടിലാണ് ശ്രീരാമൻ ആരെ വിട്ടത്, സീതാദേവിയെ കൊണ്ടുവിട്ടത്. അവിടെ ഒരു വനദേവതയുണ്ട്, അനാഥയാക്കി വിടുകയല്ല ചെയ്തത്. അതൊക്കെയാണ് ഇതിലെ, അതാണ് ഇതിന്റെ ആശയത്തെ പറ്റി പറഞ്ഞാൽ ഞാൻ 8 മണി വരെ ചിലപ്പോ പറയും. ശരി ശരി.